ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തലവേദന ഒഴിഞ്ഞിട്ടും ചിലപ്പം കുറച്ച് കാശും ലാഭിക്കാൻ പറ്റും. കാര്യങ്ങൾ ഡോക്യുമെൻ്റ് എല്ലാം പ്രോപ്പർ ആണെങ്കിൽ തന്നെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ സാധനം എടുത്ത് മുഖത്തെറിഞ്ഞ് തരും. സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നമസ്കാരം, കുറച്ച് നാളിന് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു 1.5 മാസത്തോളം നാട്ടിലായിരുന്നു. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ ഞാൻ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പം ഒരു പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. പക്ഷേ ഈ പുതിയ അപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് സെറ്റിലായിട്ടില്ല, എൻ്റെ റൂമൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികൾ കാരണം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു, ഈ ജർമ്മനിയിലേക്ക് വരുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കുറച്ച് റെലവൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഒന്ന് സെറ്റിലായില്ലെങ്കിലും ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇതിൽ ഞാൻ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ വരാനൊക്കെ പറ്റും. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തലവേദന ഒഴിഞ്ഞിട്ടും ചിലപ്പം കുറച്ച് കാശും ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഓരോ പോയിന്റിലേക്ക് അങ്ങ് ക്വിക്കായിട്ട് പോകാം. കൂടുതൽ അതിനെക്കുറിച്ച് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ടാണ്. അപ്പം നമുക്കിപ്പം വിദേശം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ കയ്യിൽ വരുന്ന ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ ഈ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡോക്യുമെൻ്റ് കയ്യിലുണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അതിനകത്തുള്ള ഡീറ്റെയിൽസിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഡീറ്റെയിൽസ് പ്രോപ്പറാണോ എന്ന് കുറേ പേര് ചെക്ക് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനൊക്കെ ഈ പാസ്പോർട്ടിന് എലിജിബിൾ ആയതിൻ്റെ ആ ടൈമിൽ തന്നെ പോയി പാസ്പോർട്ട് അപ്ലൈ ചെയ്ത ആളാണ്. അന്ന് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരംകാരാണ്. അങ്ങ് ട്രിവാൻഡ്രം പാസ്പോർട്ട് ഓഫീസിൻ്റെ വെളിയിൽ അന്നത്തെ ഈ ഇപ്പോഴത്തെ ഓൺലൈൻ സെറ്റപ്പ് ഒന്നും അപ്പോഴില്ല. നമ്മൾ പുറത്ത് ഈ 100 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് തരുന്ന മാമന്മാരിപ്പുണ്ട്. അപ്പോൾ അങ്ങേർക്ക് 100 രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേര് ഫില്ല് ചെയ്ത് തരും. അപ്പം ഡീറ്റെയിൽസൊക്കെ കണക്കാണ്. അപ്പോഴത്തെ ഒരു ആവേശത്തിലാണ്, ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് പോയാണ്ടോ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങേർക്ക് ഒരു 100 രൂപ കൊടുത്തിട്ട് അങ്ങേര് നമ്മുടെ ഡോക്യുമെൻറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ കൊടുക്കും. കയ്യിൽ പാസ്പോർട്ട് വരും. പാസ്പോർട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ഡോക്യുമെൻറ്റ്, നല്ല കട്ടിയുള്ള ഡോക്യുമെൻറ്റ് തുറന്ന് അതിൻ്റെ പാസ്പോർട്ടിലെ ഫോട്ടോ എങ്ങനെയുണ്ട്, ആ ലുക്കുണ്ട്, ഇത്രയും മാത്രം നോക്കിയിട്ട് ഈ സാധനം അവിടെ മാറ്റി വയ്ക്കും. മനസ്സിലായിട്ട്. കാരണം അപ്പം വിദേശത്ത് പോകാനുള്ള പ്ലാനും അങ്ങനെയൊന്നും ഇല്ല. പാസ്പോർട്ട് എടുക്കുക എന്നുള്ള ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് പോയി പാസ്പോർട്ട് എടുക്കുന്നതാണ്. നമ്മൾ പിന്നെ ഈ പാസ്പോർട്ട് ഉപയോഗം വരുന്ന എപ്പോഴെങ്കിലും ഒരു വിസ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണ്. ഇപ്പോൾ വർക്ക് റിലേറ്റഡോ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൊണ്ട് കൊടുക്കുമ്പോഴായിരിക്കും അവർ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള പല ഡീറ്റെയിൽസും ശരിയല്ല അല്ലെങ്കിൽ പ്രോപ്പറല്ല എന്ന് പറഞ്ഞിട്ട് ഈ സാധനം എടുത്ത് മുഖത്തെറിഞ്ഞ് തരും. അപ്പോഴാണ് അറിയുന്നത്, അയ്യോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ടെന്ന്. മനസ്സിലായില്ലേ? അപ്പം ഇതേപോലെ ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. നമ്മൾ പാസ്പോർട്ട് ആവശ്യം വരുമ്പോഴായിരിക്കും തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അതേപോലെ ജർമ്മനിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി നിങ്ങളുടെ പാസ്പോർട്ടിനകത്തുള്ള ഡീറ്റെയിൽസിൻ്റെ ചില കാര്യങ്ങൾ, ഫോട്ടോയുടെ ലുക്കൊന്നും ഒരു പ്രശ്നമല്ല. അതിൽ ചെക്ക് ചെയ്യേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരാണ്. മനസ്സിലായില്ലേ? അപ്പം ജർമ്മനിയിൽ സർനെയിമിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം ഇവിടെ എല്ലാവരും ആദ്യമായിട്ട് നിങ്ങളെ മീറ്റ് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ സർനെയിം വെച്ചിട്ടായിരിക്കും നിങ്ങളെ റെഫർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെയൊക്കെ പാസ്പോർട്ടിൽ സർനെയിമിൻ്റെ ആ ഒരു ഭാഗം എംറ്റിയാണ്. അതായത് അവർ ഫോം ഫില്ല് ചെയ്തപ്പോഴോ കൊടുത്തപ്പോഴായിരിക്കും ഫസ്റ്റ് നെയിമിൻ്റെ അവിടെ തന്നെ ഫുൾ നെയിം അങ്ങ് എഴുതി. അപ്പോൾ ഫസ്റ്റ് നെയിമായിട്ട് കിടക്കുന്നത് ഈ സർനെയിമും എല്ലാം കൂടെ ഫസ്റ്റ് നെയിം കോളത്തിൽ കിടക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഈ വിസ പ്രോസസ്സിങ്ങിനോ അതിൻ്റെയൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും അത് കുറച്ച് തൊല്ലയാവാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ, സർനെയിമിന് ഇവിടെ ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സർനെയിം പ്രോപ്പറാണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം ഇവിടെ സർനെയിം യൂസ് ചെയ്യുന്നതുകൊണ്ട്, കാരണം ഇങ്ങനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരാളിനെ നമ്മൾ ഫസ്റ്റ് നെയിം വെച്ചിട്ടല്ല ഇവിടെ റെഫർ ചെയ്യുന്നത്. അവരുടെ സർനെയിം ഔട്ട് ഓഫ് റെസ്പെക്റ്റ്, അപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ, ഒരു സ്ട്രേഞ്ചറെ നമ്മൾ കാണുമ്പോൾ അവരുടെ സർനെയിം വെച്ചിട്ടാണ് അവരെ റെഫർ ചെയ്യുന്നത്. അത് ഇവിടുത്തെ ഒരു മര്യാദയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഇവിടുത്തെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സർനെയിം എന്താണ് എന്ന് പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കും പ്രശ്നമാണ്. പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സമയത്തും പ്രശ്നമാണ്. കാരണം ചില ഓൺലൈൻ ഫോംസിലൊക്കെ ഇവിടെയൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും അതിൽ സർനെയിം മാൻഡേറ്ററി ഫീൽഡാണ്.
അപ്പോൾ അതിൽ ചോയ്സ് ഒന്നുമില്ല. ഫസ്റ്റ് നെയിം സർനെയിം എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആണ്. അപ്പം അത് നിങ്ങളുടെ ഡോക്യുമെൻറ്റുമായിട്ട് മാച്ചും ആവണം. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഫസ്റ്റ് നെയിം മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഈ സർനെയിമിൻ്റെ അവിടെ എന്തോന്ന് എൻ്റർ ചെയ്യും. നിങ്ങൾ ബ്ലാങ്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സർനെയിമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഈ സർനെയിമിൻ്റെ പ്രാധാന്യം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഫ്യൂച്ചറിൽ ഇവിടെ ലോങ് ടേം ഒക്കെ സ്റ്റേ ചെയ്തിട്ട് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും സർനെയിമിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ ഇടയായിട്ട് ഞാൻ അറിഞ്ഞതാണ്, സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇപ്പം ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡ്, വൈഫ്, ചൈൽഡ് ഇങ്ങനെ സിറ്റിസൺഷിപ്പിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഈ ഹസ്ബൻഡിനും ഒരു സർനെയിം, വൈഫിന് വേറൊരു സർനെയിം. ഫോർ എക്സാമ്പിൾ വൈഫിൻ്റെ ചിലപ്പം ഫാദറിൻ്റെ പേരായിരിക്കും, അത് മാരേജിന് ശേഷം മാറ്റിയിട്ടുണ്ടാകത്തില്ല. കുട്ടിക്കെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ അമ്മയുടെ സർനെയിമല്ല, വേറെ ഏതെങ്കിലും ഒരു പുതിയതായിട്ട് ഇവർ കണ്ടുപിടിച്ചൊരു സർനെയിം ഇട്ട് അങ്ങനെയൊക്കെ ഉള്ള പല, നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ ഇതിനൊരു പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പേരായിട്ടിടാം. അപ്പൂപ്പൻ്റെ പേരിടും, അമ്മൂമ്മയുടെ പേരിടും, അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേരിടും, അങ്ങനെയൊക്കെ ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരിടും, എന്തെങ്കിലുമൊക്കെ സർനെയിമായിട്ടൊക്കെ അങ്ങ് ചുമ്മാ ഇടും. റൂളൊന്നുമില്ല. പക്ഷെ ഇവിടെ ജർമ്മനിയിൽ നമ്മൾ കണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു പ്രോപ്പർ സർനെയിം കാണും, ഒരു സെയിം ഫാമിലി നെയിം ആയിരിക്കും. അതിങ്ങനെ ഫോളോ ചെയ്യും. ഇപ്പോൾ ഹസ്ബൻഡ്, വൈഫ്, ചൈൽഡിന് 3 പേർക്കും ഒരേ സർനെയിം ആയിരിക്കും. ഇപ്പോൾ അവരുടെ ലെറ്റർ ബോക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ആ സർനെയിം മാത്രമേ വച്ചിരിക്കത്തുള്ളൂ, ആരുടെയും ഫസ്റ്റ് നെയിം വച്ചിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ 3 പേര് നാട്ടിൽ നിന്ന് വരുന്നത്, 4 ഒരു ഹസ്ബൻഡും വൈഫും 2 പിള്ളേരുമായിട്ട് വരുമ്പോഴത്തേക്കും 4 പേർക്ക് 4 ടൈപ്പ് പേരാണെങ്കിൽ നിങ്ങളുടെ ലെറ്റർ ബോക്സിൽ തന്നെ ഒരു ചെറിയൊരു ഏരിയ ആയിരിക്കും പേര് വയ്ക്കാൻ. കാരണം അവിടെ നിങ്ങൾക്ക് പേര് വയ്ക്കാൻ തന്നെ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടും. അപ്പം പറ്റുവാണെങ്കിൽ ഞാൻ പറയണത് നിങ്ങളത് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. നിങ്ങൾ വരുന്നതിന് മുമ്പ്, അതായത് വിസ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ഉള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും സർനെയിം പറ്റുമെങ്കിൽ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് എടുക്കുക. ഇപ്പം പേര് മാറ്റാനൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വഴികളുണ്ട്. ഗസറ്റിലൊക്കെ കൊടുത്ത് പേര് മാറ്റുന്നത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് അത് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അത് ഫ്യൂച്ചറിൽ ഒരുപാട് തലവേദന ഒഴിഞ്ഞു കിട്ടും, മനസ്സിലായില്ലേ? ഇപ്പം ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ നാട്ടിൽ പോയി പിന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര തൊല്ലയാണ്. ചെയ്യാൻ പറ്റില്ല എന്നല്ല, പറ്റും, പക്ഷേ ഭയങ്കര മെനക്കേടാണ്. അതുമാത്രമല്ല, നിങ്ങളെ ആദ്യം ഇവരുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്ത് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. കാര്യങ്ങൾ, ഡോക്യുമെൻ്റ് എല്ലാം പ്രോപ്പർ ആണെങ്കിൽ തന്നെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് എൻഷുർ ചെയ്യുക. ഓക്കെ, സിറ്റിസൺഷിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി പോയി, സോറി. അതായത് നിങ്ങൾ സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പം ഞാനിപ്പം ഒരു 2-3 മാസമായിട്ട് ഞാൻ കേട്ടതാണ് കുറച്ച് ഫ്രണ്ട്സിൻ്റെ നിന്ന്, ഈ അപ്ലൈ ചെയ്യുന്ന ഫാമിലിയുടെ, ഇപ്പം ഒരാളാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പം ഒരാൾ, ഒരു അൺമാരീഡ് ഗായ് അല്ലെങ്കിൽ ഗേൾ പോയിട്ട് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യുന്ന വിഷയമില്ല. നിങ്ങളൊരു ഫാമിലി ആയിട്ട് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ സർനെയിം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സർനെയിം അല്ലെങ്കിൽ അവർ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നു ഇത് ഞാൻ കേട്ടായിരുന്നു. എസ്പെഷ്യലി ഞാൻ കേട്ട ഒരു കാര്യം, ഈ കുട്ടികളുടെ സർനെയിമായിട്ട് ഈ അച്ഛൻ്റെയോ അമ്മയോടെയോ സർനെയിം അല്ല, വേറെ എന്തെങ്കിലും ടോട്ടലി ഡിഫറെൻ്റ് ആണെങ്കിൽ അവർ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അത് മാറ്റി കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായില്ല, അത് എത്രത്തോളം വാലിഡ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഞാൻ 2-3 പേരുടെ നിന്ന് ഈ ഒരു പ്രോബ്ലം അവർക്ക് ഫേസ് ചെയ്തു എന്ന് ഞാൻ കേട്ടു. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഓഫീസർ. അതായത് ഏത് ഓഫീസറാണ് നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്, അവരുടെ ഇതുപോലെ ഇരിക്കും. ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഇവിടെയൊക്കെ ചില കാര്യങ്ങൾ ആ ഇരിക്കുന്ന ആളുടെ അന്നത്തെ മൂഡ് പോലെ ഇരിക്കും, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം. പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യം നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്തത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സർനെയിംസ്, ഒരു ഫാമിലിയിൽ സർനെയിം സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ. സർനെയിം എന്ന് പറയുന്നത് ഞാൻ ഫാമിലി നെയിമും കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നെയിം സർനെയിം അല്ലെങ്കിൽ ഫാമിലി നെയിം, അതിൽ 2 ഇൻ്റർചേഞ്ചബിളി നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ 3 പേരുടെയും സർനെയിംസ് സെയിം ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നിങ്ങൾ വരുന്നതിന് മുമ്പേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കും. അപ്പോൾ അത് പറ്റുമെങ്കിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഗസറ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് നാട്ടിൽ, വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാമെന്നുള്ള, വലിയ കാശ് ചിലവുള്ള കാര്യമല്ല. അതേപോലെ പാസ്പോർട്ടിൽ പറ്റുവാണെങ്കിൽ ഹസ്ബൻഡും വൈഫും സ്പൗസിൻ്റെ നെയിമും കൂടെ പാസ്പോർട്ടിൽ ആഡ് ചെയ്യുക. അത് ഒരുപാടെടുത്ത് നമ്മൾ ഇങ്ങനെ പ്രൂഫായിട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ 2 പാസ്പോർട്ടും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ പാസ്പോർട്ടിനകത്ത് തന്നെ അത് എൻട്രി ഉണ്ടെങ്കിൽ
ഇറ്റ്സ് വെരി ഈസി ഫോർ ചില വാലിഡേഷൻസിനൊക്കെ അത് യൂസ്ഫുൾ ആണ്. സോ നിങ്ങൾ പാസ്പോർട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്, അതായത് പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റിയാണ്. അതായത് നിങ്ങളുടെ പാസ്പോർട്ടിന് ഇപ്പോൾ 6 മാസം 7 മാസം വാലിഡിറ്റിയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യുക. തത്കാലിലൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പാസ്പോർട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് 10 വർഷത്തേക്കുള്ളൊരു പാസ്പോർട്ട് കയ്യിൽ കിട്ടും. ആ പാസ്പോർട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ വിസ അപ്ലൈ ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് എൻട്രി വിസ ചിലപ്പോൾ 3 മാസത്തേക്ക് നിങ്ങളുടെ പാസ്പോർട്ടിൽ സ്റ്റിക്കർ ഒട്ടിച്ചായിരിക്കും നിങ്ങൾക്ക് ജർമ്മനി ചിലപ്പോൾ നാട്ടിൽ നിന്ന് തരുന്നത്. പിന്നെ അത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ടായിരിക്കും നിങ്ങൾ റെസിഡൻസ് പെർമിറ്റൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിഡൻസ് പെർമിറ്റിൽ നിങ്ങൾക്ക് തരുന്ന വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസസ് ചില കേസസിലൊക്കെ 3 വർഷം അല്ലെങ്കിൽ 2 വർഷം അങ്ങനെ ആയിരിക്കും തരുന്നത്. ഇപ്പം പെർമനൻറ്റ് റെസിഡൻസിയൊക്കെ ആണെങ്കിൽ അൺലിമിറ്റഡ് എന്ന് പറയുമെങ്കിലും അത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി വരെ അത് വാലിഡ് ആയിരിക്കത്തുള്ളൂ. ഓക്കെ, അതിനിപ്പോൾ റെസിഡൻസ് പെർമിറ്റ് ഇപ്പോൾ 3 വർഷം തരുന്ന റെസിഡൻസ് പെർമിറ്റ് തന്നെ അവർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ 7 മാസം വാലിഡിറ്റി ഉള്ളെങ്കിൽ അവർ 7 മാസം വരെ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്ത് സാധനം അവർ ഇഷ്യൂ ചെയ്യണമെങ്കിലും നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി എത്രയാണോ അതുവരെ അവരത് ഇഷ്യൂ ചെയ്യത്തുള്ളൂ ഈ വിസ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു 7 മാസം കഴിയുമ്പോൾ നിങ്ങൾ പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ട് ഒന്നേന്ന് ചിലപ്പോൾ റെസിഡൻസ് പെർമിറ്റ് റിന്യൂ ചെയ്യേണ്ട ഒരു ആവശ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള കോസ്റ്റ് വരാം. കാരണം എല്ലായിടത്തും നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു അപ്ഡേഷൻ നടത്തേണ്ട ആവശ്യം കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു വളരെ ചെറിയൊരു പരിപാടിയാണ് ഈ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നത്. അത് നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ മുമ്പ് നിങ്ങളുടെ ഒരു 10 വർഷത്തെ ഫ്രഷ് ആയിട്ടുള്ള പാസ്പോർട്ട്, അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർനെയിം അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, ഇപ്പം സർനെയിം ആയാലും നിങ്ങളുടെ അഡ്രസ്സ് ആയാലും അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ സ്പൗസിൻ്റെ ഒക്കെ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ നെയിം എൻ്റർ ചെയ്യുന്നത് പാസ്പോർട്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ഫ്രഷ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം. മനസ്സിലായി, ഇങ്ങനെയുള്ള കറക്ഷൻസ് ഒക്കെ ചെയ്ത് എല്ലാം പ്രോപ്പറാക്കിക്കൊണ്ട് ഒരു ഫ്രഷ് പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തെ വാലിഡിറ്റിയാണ്. 10 വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ പാസ്പോർട്ട് നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് റിന്യൂവലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടാൻ മാക്സിമം എലിജിബിൾ ആയിട്ടുള്ള വാലിഡിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വിസ അവർ ഇഷ്യൂ ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ, നിങ്ങൾക്ക് പാസ്പോർട്ടിൽ 10 വർഷം വാലിഡിറ്റി ഉണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് 10 വർഷത്തേക്കുള്ള റെസിഡൻസ് പെർമിറ്റ് അവർ ഇഷ്യൂ ചെയ്യത്തില്ല. ഓക്കെ, അത് മാക്സിമം 2 ഇയേഴ്സ് 3 ഇയേഴ്സ് ഒക്കെ തന്നിട്ട് പിന്നെ നിങ്ങൾ പോയി റിന്യൂ ചെയ്യണം. പക്ഷേ നിങ്ങളിപ്പം PR ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ അത് പെർമനൻറ്റ് റെസിഡൻസിയാണ്, നിങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി വരെ അവർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ പറ്റുമെങ്കിൽ നാട്ടിൽ തന്നെ ചെയ്യുക. എനിക്കൊന്ന് കാശും കുറച്ച് കുറവാണ് നാട്ടിൽ ചെയ്യാൻ. ഇവിടെയാണെങ്കിൽ നിങ്ങൾ എല്ലാം ഇവിടുത്തെ കൗൺസിലേറ്റിലേക്ക് പോസ്റ്റ് വഴി അയച്ചു കൊടുത്ത് അതിനുശേഷം കുറച്ചും കൂടെ എക്സ്പെൻസീവാണ്, നാട്ടിൽ വെച്ച് നോക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ എക്സ്പെൻസീവാണ് ഇവിടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങളുടെ പാസ്പോർട്ട്സ് ഇപ്പം ഫാമിലി ആണെങ്കിൽ എല്ലാവരുടെയും പാസ്പോർട്ട്സ് ഇപ്പം വാലിഡിറ്റി കുറവാണെങ്കിൽ എല്ലാവരുടെയും ഒരുമിച്ച് റിന്യൂ ചെയ്ത് ഒരു ഫ്രഷ് വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടുമായിട്ട് വരുവാണെങ്കിൽ ഇറ്റ്സ് ഗോയിൻ ടു ബി യൂസ്ഫുൾ. അതേസമയം നിങ്ങളുടെ പഴയ പാസ്പോർട്ട് കളയരുത്, കയ്യിൽ വെച്ചേക്കുക. കാരണം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് വേണ്ടി വരും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ബാക്കി ഇതേപോലെ ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.